പ്ലസ് ടു ബയോളജിയുടെ അവസാനത്തെ ചാപ്റ്ററായ എൻവയോൺമെന്റൽ ഇഷ്യൂസിലെ പ്ലാസ്റ്റിക്, ഫെർട്ടിലൈസർ, ന്യൂക്ലിയർ, മുനിസിപ്പൽ ആൻഡ് ഇ വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എയർ പൊല്യൂഷനും സീവേജ് പൊല്യൂഷനും മുന്നേയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്കഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചാപ്റ്ററിന്റെ അവസാനം കൊടുത്തിട്ടുള്ള അൺസോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമായി പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ച് നോക്കാം. ഹൗ ഈസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസ്ഡ്? Polyblend, a fine powder of recycled modified plastic, is mixed with the bitumen that is used to lay roads. അതായത് ഒരു പ്രത്യേക രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക്കിനെയാണ് പോളിബ്ലെൻഡ് എന്ന് പറയുന്നത്. ഈ പോളിബ്ലെൻഡിനെ ഇറ്റ് ക്യാൻ ബി മിക്സ്ഡ് വിത്ത് ബിറ്റുമിനോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ലേയിങ് റോഡ്സ്. റോഡുകൾ ലേ ചെയ്യാനായിട്ട്, റോഡുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു പോളിബ്ലെൻഡ് അല്ലെങ്കിൽ പോളിബ്ലെൻഡ് പ്ലസ് ബിറ്റുമിൻ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ഈ പോളിബ്ലെൻഡ് ആൻഡ് ബിറ്റുമിൻ അതിനൊരു വാട്ടർ റിപ്പല്ലന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ വാട്ടർ റിപ്പല്ലന്റ് പ്രോപ്പർട്ടി കാരണം അത് റോഡിന്റെ ലൈഫിനെ ഇൻക്രീസ് ചെയ്യും. പോളിബ്ലെൻഡ് ആൻഡ് ബിറ്റുമിൻ വെൻ യൂസ്ഡ് ടു ലേ റോഡ്സ് enhances the bitumen's water repellent properties and helps to increase road life by a factor of 3. അതായത് ഏതാണ്ട് 3 മടങ്ങോളം ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇൻഡസ്ട്രി എന്നുള്ള വരുന്ന പ്ലാസ്റ്റിക്സ് ഉണ്ട്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടൊരു പ്ലാസ്റ്റിക് സോഴ്സ് ആണ് ഈ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽസിന് പ്ലാസ്റ്റിക് വരുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഹോസ്പിറ്റൽസ് ജനറേറ്റ് ഹസാർഡസ് വേസ്റ്റ്, അപകടകരമായിട്ടുള്ള വേസ്റ്റുകളും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടാകും. ഇറ്റ് മേ കണ്ടെയ്ൻ ഡിസിൻഫെക്റ്റൻസ്, അതായത് അണുനാശിനി പോലത്തുള്ള കെമിക്കൽസ് അതിൻ്റെ ഉള്ളിൽ അതിലുണ്ടാവാം. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ആൾസോ ഇറ്റ് മേ കണ്ടെയ്ൻ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്, അതായത് ഈ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസംസും അതിലുണ്ടാകും. അപ്പോൾ മറ്റു പ്ലാസ്റ്റിക്കുകൾ, സാധാരണ പ്ലാസ്റ്റിക്കുകൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അല്ല, ഹോസ്പിറ്റൽസിൽ നിന്നുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. Such waste also require careful treatment and disposal. The use of incinerators is crucial to disposal of hospital waste. ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം എന്ന് വെച്ചാൽ ഇൻസിനറേറ്റേഴ്സ് ആണ്. ഇൻസിനറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബേൺ ചെയ്ത് കളയാൻ പറ്റും. അടുത്തത് ഡിസ്പോസൽ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഡിസ്പോസൽ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ബാർ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ കൊടുക്കാൻ കാരണം. ഫെർട്ടിലൈസർ ഡിസ്പോസൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആണ്. ഫെർട്ടിലൈസർ ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ചോദിച്ചാലും 2 രീതി ചോദിച്ചു കഴിഞ്ഞാലും ഹൗ ഈസ് ഫെർട്ടിലൈസർ ഡിസ്പോസ്ഡ് എന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ കോമൺ ആയിട്ട് ഒരു ഉത്തരം എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്രീസിങ് എമൗണ്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ക്യാൻ ഡു യൂട്രോഫിക്കേഷന് കാരണമായിട്ട് മാറും ഈ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്. യൂട്രോഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സീവേജ് അധികമായിട്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെയുള്ള സീവേജ് റിവറിലേക്ക് അധികമായിട്ട് നമ്മൾ ഒഴുക്കി കളയുമ്പോഴത്തേക്ക് അവിടെ ആൽഗ പോലുള്ള സസ്യങ്ങൾ വളർന്നിട്ട് ഈ റിവർ എന്ന് പറയുന്നത് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ലാൻഡായിട്ട് മാറും. അതാണ് ആ പ്രോസസ്സിനാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ യൂട്രോഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് യൂട്രോഫിക്കേഷൻ കാരണമാണെന്ന് പറയുമ്പോൾ നമുക്കിത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് ഈസ് എ സൊല്യൂഷൻ. അത് ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സൈക്ലിക്കൽ zero waste procedure where waste products from one process are cycled in as nutrients for other processes. അതായത് ഒരു പ്രോസസ്സിൽ നിന്നുള്ള വേസ്റ്റ് അടുത്ത പ്രോസസ്സിന് ഇൻപുട്ടായിട്ട് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഫാമിങ്ങിനെയാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഇപ്പോൾ പശുവിനെ വളർത്തുന്നു നമ്മൾ വീട്ടിലെ ഫാമിൽ, അവിടെ നമുക്ക് ചാണകം കിട്ടുന്നു. ആ ചാണകം നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നു. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വൈക്കോൽ പോലുള്ള സാധനങ്ങൾ നമുക്ക് പശുവിന് തന്നെ വേണമെങ്കിൽ തിന്നാൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ബയോഗ്യാസ് പോലെ അതിന്റെ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതായത് ഒന്നും ഒരു വേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ വേസ്റ്റ് എന്ന് പറയുന്ന അടുത്ത പ്രോസസ്സിന്റെ ഇൻപുട്ട് ആയിട്ട് മാറുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ഫാമിംഗ് മെത്തേഡിനാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബീ കീപ്പിംഗ്, നമ്മുടെ തേനീച്ച വളർത്തൽ, ഡയറി മാനേജ്മെന്റ്, വാട്ടർ ഹാർവെസ്റ്റിംഗ്, കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിംഗ് ആൻഡ് അഗ്രികൾച്ചർ ഇൻ എ ചെയിൻ ഓഫ് പ്രോസസ്. ഇതെല്ലാം ഒരു ചെയിൻ ഓഫ് പ്രോസസ് ആയിട്ട് നടക്കും. അപ്പോഴാണ് ഇതിനെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. There is no need to use chemical fertilizers for crops. നമ്മൾ വേറെ ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം കാറ്റിലിന്റെ എക്സ്ക്രീറ്റ് തന്നെ, കാറ്റിലിന്റെ ചാണകം നമുക്ക് ഇതിന് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാനുവറാണ്. മാനുവർ എന്ന് വെച്ചാൽ വളമാണ്. ഇനി അടുത്ത് ക്രോപ്പിന്റെ വേസ്റ്റ് ആണെങ്കിലോ, അതായത് കൃഷി ചെയ്തിട്ടുള്ള വേസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് കമ്പോസ്റ്റ്. കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതൊരു നാച്ചുറൽ ഫെർട്ടിലൈസർ ആണ്, നാച്ചുറൽ വളമാണ്. അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അപ്പം ഡിസ്പോസൽ ഓഫ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സുകളെല്ലാം നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ച് ചോദിച്ചാലും ഇത്രയും പോയിന്റ്സുകൾ എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് ന്യൂക്ലിയർ വേസ്റ്റ്? എക്സ്പ്ലെയിൻ അബൌട്ട് ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ. എന്താണ് ഈ ന്യൂക്ലിയർ വേസ്റ്റിന്റെ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്? അതെങ്ങനെയാണ് ഡിസ്പോസൽ നടത്തുന്നത്? ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മ വരുന്ന കാര്യം എന്ന് വെച്ചാൽ റേഡിയേഷൻ ആണ്. അപ്പോൾ റേഡിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ന്യൂക്ലിയർ വേസ്റ്റിൽ നിന്ന് ജനറേറ്റ് വരുന്നതാണ്. അത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ് ബിക്കോസ് ഇറ്റ് ക്യാൻ കോസ് മ്യൂട്ടേഷൻസ് ടു ഒക്കർ അറ്റ് എ വെരി ഹൈ റേറ്റ്. മ്യൂട്ടേഷന് കാരണമായി തീരാൻ പറ്റുന്ന ഒരു ഘടകമാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ അധികമായിട്ട് നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ജീനുകളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മ്യൂട്ടേഷന് കാരണമായിട്ട് മാറും. അതായത് ജനിതക പരിണാമത്തിന് കാരണമായിട്ട് മാറാനുള്ള ഒരു പ്രധാന കാരണം ഈ റേഡിയേഷൻ കാരണം ഉണ്ടാകുന്നുണ്ട്. ഹൈ ഡോസസ്, കൂടുതൽ ഡോസ് അടിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ് മേ റിസൾട്ട് ഇൻ ക്യാൻസർ പോലും ഉണ്ടാകാനായിട്ട് കാരണമായിട്ട് മാറും. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത് ഡിസ്പോസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇറ്റ് ഹാസ് ബീൻ റെക്കമെൻഡഡ്, യൂണിവേഴ്സലായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മെത്തേഡാണിത്. സ്റ്റോറേജ് ഓഫ് ന്യൂക്ലിയർ വേസ്റ്റ് ആഫ്റ്റർ സഫിഷ്യന്റ് പ്രീ ട്രീറ്റ്മെന്റ്. ഒരു പ്രീ ട്രീറ്റ്മെന്റ് പ്രോസസ് ഉണ്ട്. ആ പ്രീ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഷുഡ് ബി ഡൺ ഇൻ എ സ്യൂട്ടബിളി ഷീൽഡഡ് കണ്ടെയ്നർ. ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെച്ചിട്ട് ഇറ്റ് ക്യാൻ ബി ബെറീഡ് വിതിൻ ദ റോക്സ്. പാറയ്ക്കുള്ളിലാണ് നമ്മൾ ബെറി ചെയ്യുന്നത്. ഈ പാറ എന്ന് പറയുന്നത് ഏതാണ്ട് 500 മീറ്ററോളം ഭൂമിയുടെ സർഫസിൽ നിന്ന് താഴെയുള്ള പാറ തുരന്ന് അതിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. അടുത്തത് ട്രൈ ഷോർട്ട് നോട്ട് ഓൺ മുനിസിപ്പൽ വേസ്റ്റ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെന്റ്. അപ്പോൾ മുനിസിപ്പൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പൽ സോൾഡ് വേസ്റ്റ് ആർ വേസ്റ്റ് ഫ്രം ഹോംസ്, വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ഓഫീസ്, സ്റ്റോർസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഇവിടെ നിന്നെല്ലാം വരുന്ന വേസ്റ്റിനെയാണ് മുനിസിപ്പൽ, അതായത് ഇത് കളക്ട് ചെയ്ത് അവർ ഡിസ്പോസ് ചെയ്യും. മുനിസിപ്പാലിറ്റി വന്ന് കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്നതിനാണ് മുനിസിപ്പൽ വേസ്റ്റ് എന്ന് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടാകാം? ജനറലി ഇറ്റ് കംപ്രൈസസ് പേപ്പർ, ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്സ്, ഗ്ലാസ്, മെറ്റൽസ്, റബ്ബർ, ലെതർ, ടെക്സ്റ്റൈൽ, ഇതുപോലത്തെ ഘടകങ്ങളെല്ലാം കണ്ടൻസ് എല്ലാം അതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാനിറ്ററി ലാൻഡ് ഫിൽ, ഈ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓപ്പൺ ബേണിങ് നമ്മൾ ചെയ്യാറില്ല. ഓപ്പൺ ആയിട്ട് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓപ്പൺ ബേണിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. പകരം സാനിറ്ററി ലാൻഡ് ഫിൽസ് ആണ് നമ്മൾ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് മണ്ണിൽ കുഴിച്ചിടുക. അതായത് ഇൻ എ സാനിറ്ററി ലാൻഡ് ഫിൽ വേസ്റ്റ് ആർ ഡംപ്ഡ് ഇൻ എ ഡിപ്രഷൻ ഓർ ട്രെഞ്ച് ആഫ്റ്റർ കോമ്പാക്ഷൻ ആൻഡ് കവേർഡ് വിത്ത് ഡേർട്ട് എവറി ഡേ. അതായത് നമ്മൾ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ട്രെഞ്ചിൽ, ഒരു കുഴിയിലേക്ക് ഈ വേസ്റ്റിനെ ഡംപ് ചെയ്യും. എന്നിട്ട് കോമ്പാക്ട് ചെയ്യും. കോമ്പാക്ട് എന്ന് വെച്ചാൽ നല്ലോണം പ്രഷർ കൊടുത്ത് അതിനെ ടൈറ്റ് ആക്കുക. പിന്നെ അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി കവേർഡ് വിത്ത് ഡേർട്ട്. അത് മണ്ണ് അല്ലെങ്കിൽ അതിന്റെ പുറത്തേക്ക് അടുത്ത മണ്ണിട്ട് കവർ ചെയ്യും. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ മുനിസിപ്പൽ വേസ്റ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇനി നമുക്ക് ഈ വേസ്റ്റിന്റെ ഡിസ്പോസൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇറപ്പറബിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഗുഡ്സ് ആർ നോൺ ആസ് ഇലക്ട്രോണിക് വേസ്റ്റ്. അതായത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റാത്ത, റീയൂസ് ചെയ്യാൻ പറ്റാത്ത കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളോ കമ്പ്യൂട്ടേഴ്സോ
അത്തരത്തിലുള്ള വേസ്റ്റുകളെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് വേസ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇ വേസ്റ്റ് തന്നെ നമുക്ക് ഇ വേസ്റ്റ് ക്യാൻ ബി ബെറീഡ് ഇൻ ലാൻഡ്ഫിൽസ്. മുനിസിപ്പൽ വേസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ചെയ്ത പോലെ ഇ വേസ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ലാൻഡ്ഫില്ലിൽ ബെറി ചെയ്യാം. അതർവൈസ് ഇറ്റ് ക്യാൻ ബി ഇൻസിൻറേറ്റ് ചെയ്യാം, അതായത് ബേൺ ചെയ്ത് കളയാം. In developed countries, these wastes are recycled inside specially built facilities. വികസിത രാജ്യങ്ങളിൽ ഈ വേസ്റ്റുകൾ സ്പെഷ്യലി ബിൽറ്റ് ഫെസിലിറ്റിക്ക് അകത്താണ് റീസൈക്കിൾ ചെയ്യുന്നത്. കാര്യം നമ്മളെ ഹ്യൂമൻ എക്സ്പോഷർ വളരെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇപ്പോൾ വികസ്വര രാജ്യങ്ങളിൽ, ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ മാനുവൽ എക്സ്പോഷർ ഈസ് റിക്വയർഡ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിന്റെ എക്സ്പോഷർ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അത് ഒരു ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് മനുഷ്യനുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വേസ്റ്റിന്റെ ഡിസ്പോസലിൽ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോർഷൻസും കൂടാണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അൺസോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓസോൺ ഡിപ്ലീഷൻ അതുപോലുള്ള ബാക്കി പോർഷൻസ് അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.